നമസ്കാരം. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകനും ബിഗ് ബോസ് വിജയിയുമായ അഖിൽ മാരാർ. വിദ്യാഭ്യാസം എന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, യാതൊരു അറിവും ബോധവുമില്ലാത്ത, വിവരക്കേട് മാത്രം പറയുന്ന വ്യക്തിയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. ചുക്കേതാണ് ചുണ്ണാമ്പേതാണെന്ന് പുള്ളിക്ക് അറിയില്ല. എന്ത് ശരി എന്ത് തെറ്റെന്ന് അറിയില്ല. ബബ്ബ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പരിഹസിച്ചതല്ല, ദേഷ്യം വരികയാണെന്നും അഖിൽ മാരാർ പറയുന്നു. യുവതലമുറയ്ക്കിടയിൽ ഉയർന്നു വരുന്ന അക്രമവാസനയുടെ പശ്ചാത്തലത്തിലായിരുന്നു അഖിൽ മാരാരുടെ പ്രതികരണം. താമരശ്ശേരിയിൽ ഷഹബാസ് എന്ന 10ാം ക്ലാസ്സുകാരനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലെ കുറ്റാരോപിതർക്ക് പരീക്ഷ എഴുതാൻ അനുമതി കൊടുത്തതിനെയും അഖിൽ മാരാർ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു. ഒരു പയ്യനെ അടിച്ചു കൊന്നവന്മാർക്ക് പരീക്ഷ എഴുതാൻ അവസരം കൊടുക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നാണ് അഖിൽ മാരാർ ചോദിക്കുന്നത്. പണ്ട് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ ഡീബാർ ചെയ്യും. കോപ്പി അടിക്കുന്നത് ഡീബാറും, കൊന്നാൽ കുഴപ്പവുമില്ലെന്ന് എന്ത് സിസ്റ്റമാണിതെന്നും അഖിൽ മാരാർ ചോദിക്കുന്നു. നമുക്കറിയാവുന്ന ഇൻഫ്ലുവൻസേഴ്സും സിനിമാക്കാരുമൊക്കെ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഇത്തരത്തിൽ അറസ്റ്റിലാകുന്നവരെയൊക്കെ വളരെ കൂളായി പുറത്തിറങ്ങി നടക്കുകയാണ്. അവർക്ക് വീണ്ടും റീച്ച് കിട്ടുകയാണ്, വീണ്ടും സ്റ്റാറായി മാറുകയാണ്. ഈ കാലത്ത് ഇത് കാണുന്ന ഒരു പയ്യൻ വിചാരിക്കുക ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. അതേസമയം ഷഹബാസിന്റെ കേസിൽ അകപ്പെട്ട ഒരു പയ്യൻ പറയുന്നുണ്ടല്ലോ, ആൾക്കൂട്ടത്തിനിടയിൽ ഇട്ട് അടിച്ചു കൊന്നാൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്ന്. പൂച്ചയെയും പട്ടിയെയും കൊന്നു കഴിഞ്ഞാൽ മേനകാ ഗാന്ധി വരെ ഇടപെടും. എന്നാൽ മനുഷ്യനെ കൊല്ലുന്നതാണല്ലോ ഇവിടെ ഒരു പ്രശ്നവും ഇല്ലാത്തതെന്നും അഖിൽ മാരാർ ചോദിക്കുന്നു. അത്തരമൊരു മൈൻഡ് സെറ്റിലേക്ക് കുട്ടികൾ എത്തിയിരിക്കുകയാണ്. ഒരിക്കലൊരടിയിൽ എന്റെ കൈ അറിയാതെ കൂട്ടുകാരന്റെ കണ്ണിൽ കൊണ്ടപ്പോൾ ഞാനും അറിയാതെ കരഞ്ഞുപോയി. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവന്റെ കണ്ണ് പോയടാ എന്നൊക്കെ എന്ത് കൂളായിട്ടാണ് ഈ കുട്ടികൾ പറയുന്നത്. അങ്ങനെയുള്ളവരെയാണ് ഈ സർക്കാർ പരീക്ഷ എഴുതിക്കുന്നതും. ഇതിലൂടെ മറ്റു കുട്ടികൾക്ക് എന്ത് സന്ദേശമാണ് ലഭിക്കുന്നതെന്നും ദുബായിലേതുപോലെയൊക്കെ തെറ്റ് ചെയ്താൽ ഭയപ്പെടുന്ന ശിക്ഷ കിട്ടണമെന്നും അഖിൽ മാരാർ പറയുന്നു. ഇവിടെയാണെങ്കിൽ ജയിലിലേക്ക് ചെന്ന് കഴിഞ്ഞ് വിശാലമായ ഫുഡും തിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇവന്മാർ ഹീറോയാണ്. പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ദത്തെടുത്ത് രാഷ്ട്രീയ ഗുണ്ടകളാക്കി മാറ്റുമെന്നും അഖിൽ മാരാർ പറയുന്നു. എന്തായാലും അഖിൽ മാരാറുടെ പ്രതികരണം വൈറലായതോടെ താരത്തെ അനുകൂലിച്ച് നിരവധി പേരാണ് രംഗത്തെത്തുന്നത്.